ഓം ഭഗവത്यै വിദ്മഹേ മഹേശ്വരി. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. നാളെ വൃശ്ചിക മാസം 1-ാം തീയതി. 1 രൂപയെങ്കിലും ഈ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടമായി സ്വീകരിക്കുക. അല്ലെങ്കിൽ ഈ നക്ഷത്രജാതകരെ നിങ്ങളുടെ വീട്ടിൽ 1-ാം തീയതി കയറ്റുക. ആരെയാണോ നിങ്ങളുടെ വീട്ടിൽ 1-ാം തീയതി കയറ്റുന്നത് അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ 1 മാസത്തെ ഫലങ്ങൾ. ചില നക്ഷത്രജാതകരെ വീട്ടിൽ 1-ാം തീയതി കയറ്റിയാൽ ആ മാസം ആപത്തൊഴിഞ്ഞ നേരമുണ്ടാകില്ല. ചില നക്ഷത്രജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങിയാൽ ചിലപ്പോഴെങ്കിലും നമുക്കൊരു ഉയർച്ച വന്നു ചേരില്ല. ആ 1 മാസക്കാലം കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക തടസ്സവും എല്ലാ കാര്യത്തിലും തടസ്സങ്ങളായിരിക്കും. എന്നാൽ ഈ വൃശ്ചിക മാസത്തിൽ 1 രൂപയെങ്കിലും നിങ്ങൾ ഈ നക്ഷത്രജാതകൻ്റെ കയ്യിൽ നിന്നും കൈനീട്ടമായി സ്വീകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഭാഗ്യശാലി തന്നെയായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രജാതകരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപ അല്ലെങ്കിൽ 50 രൂപ ഒരു ചെറിയ കൈനീട്ടം അവരുടെ കയ്യിൽ നിന്നും സ്വീകരിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ വൃശ്ചിക മാസത്തിൽ, അയ്യപ്പ മാസത്തിൽ ഒരു വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ചതോ കൊതിച്ചതോ ആയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും, ഉറപ്പാണ്. ഒപ്പം നിങ്ങൾ തൊട്ടടുത്ത നിങ്ങളുടെ വീടിനടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. അവിടെ ഭഗവാന്റെ ഇഷ്ട വഴിപാടായ നെയ്യഭിഷേകം നടത്തുക. ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നെയ്യഭിഷേകം നടത്തുക. ആഗ്രഹ സാഫല്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ആഗ്രഹം ഏതെല്ലാം നടത്തിത്തരണമെന്ന് അയ്യപ്പനറിയാം. ഭഗവാൻ അത് നടത്തിത്തരും. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. ഈ വൃശ്ചിക മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ള നക്ഷത്രജാതകർ തന്നെയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന നക്ഷത്രജാതകർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ നക്ഷത്രജാതകരെ നിങ്ങളുടെ വീട്ടിൽ 1-ാം തീയതി കയറ്റുകയോ അവരുടെ കയ്യിൽ നിന്നും ഒരു ചെറിയ തുക കൈനീട്ടമായി സ്വീകരിക്കുകയോ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന്. ആ ഭാഗ്യശാലിയായ, എല്ലാ രീതിയിലും ഉയർച്ചയിലെത്തുന്ന ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടപരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മയോട് പ്രാർത്ഥിക്കും. വെള്ളി ചൊവ്വ ദിനങ്ങളിൽ പ്രത്യേക പൂജയുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നാളെ 1-ാം തീയതിയാണ്, വൃശ്ചിക മാസം 1-ാം തീയതിയാണ്. രാവിലെ ഗണപതി ഹോമമുണ്ട്. ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും. ഗണപതി ഹോമത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഇന്ന് രാത്രി 10 മണിക്ക് ഞാനിതെല്ലാം എഴുതിയെടുത്തതിന് ശേഷം നാളത്തെ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. തീർച്ചയായും നിങ്ങൾക്ക് വലിയ നേട്ടം, വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. സകല വിഘ്നങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് നാളെ വൃശ്ചിക മാസം 1-ാം തീയതി തന്നെ നിങ്ങൾ നീങ്ങും. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. നാളെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക. കൈനീട്ടം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ തൊട്ടടുത്തുള്ള നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുക. സർവ്വദോഷവും അകന്ന് രക്ഷപ്പെടണം, ജീവിതത്തിൽ വലിയ ഉയർച്ച വന്നു ചേരണം എന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്കത് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അയ്യപ്പ ക്ഷേത്രമാണ് ദർശനം നടത്തുന്നതെങ്കിൽ 5 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. ഗണപതി ക്ഷേത്രമാണെങ്കിൽ 1 പ്രദക്ഷിണമാണ്. ദേവിക്കാണെങ്കിൽ 4 പ്രദക്ഷിണം, മുരുകന് 6 പ്രദക്ഷിണം, മഹാവിഷ്ണുവിന് 4 പ്രദക്ഷിണം, ശിവന് 3 പ്രദക്ഷിണം. അങ്ങനെ വേണം നടത്താൻ. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നാളെ പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് ഉയർച്ച വന്നു ചേരും. ഈ വൃശ്ചിക മാസത്തിൽ ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകർ ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട്.
കൃത്യമായി ഒന്ന് എഴുതി വെക്കുക. ഒരു വെള്ള പേപ്പർ എടുത്ത് ഒന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഈ വഴിപാടുകൾ നിങ്ങൾ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. നമുക്ക് ഇനി അറിയാം ഏതൊക്കെ നക്ഷത്ര ജാതകരിൽ നിന്നാണ് ഈ വൃശ്ചിക മാസത്തിൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാൻ വേണ്ടിയിട്ട് കൈനീട്ടം അല്ലെങ്കിൽ നമ്മൾ അവരെ 1-ാം തീയതി കയറ്റേണ്ടതെന്ന്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു നല്ല സമയത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരും. മേടൻ രാശിയിൽപ്പെട്ട അശ്വതി നക്ഷത്ര ജാതകർക്ക് ശനി ജന്മരാശിയുടെ 11-ാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഇവർക്ക് ധനലാഭമാണ് കൊണ്ടു തരിക ഈ ഒരു സമയത്ത്. അപ്പോൾ തീർച്ചയായും ഇവർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. ഒരുപാട് നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് അശ്വതി നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുന്നത് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു നിറയുവാൻ, ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറുവാനും കാരണമാകും. ഈ നക്ഷത്രം അശ്വതി നക്ഷത്രം നിങ്ങളുടെ വീട്ടിലുണ്ടോ, തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഉയർച്ചയും ഒക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. 2025-ലും ഏറ്റവും അധികം ഭാഗ്യമൊക്കെ കൊയ്യുന്നത് അശ്വതിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അശ്വതി നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു കൈനീട്ടമൊക്കെ അവരുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുക. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക മേടൻ രാശിയായാലും ഇടവരാശിയാണെങ്കിലും കാർത്തിക നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുന്നത് ഒരുപാട് സൗഭാഗ്യങ്ങൾ, ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചയൊക്കെ വന്നു ചേരുവാൻ കാരണമാകും. എല്ലാ രീതിയിലും സമൃദ്ധിയായിരിക്കും. ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ്. ഒരുപാട് ഉയർച്ചയിലേക്ക് ഇവരെത്താൻ പോവുകയാണ്. ആ ഒരു ഗുണാനുഭവം ഇവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്ന ആൾക്കും ലഭിക്കും. അതുപോലെ തന്നെ ചില സ്ഥാപനങ്ങളിലൊക്കെ ഇവർ ചെന്ന് കയറിയാൽ വളരെ വലിയ തിരക്കായിരിക്കും. അതുവരെ അവിടെ ഒരു തിരക്കും ഉണ്ടാകില്ല. പക്ഷേ കാർത്തിക നക്ഷത്ര ജാതകർ അവിടെ ഏതെങ്കിലും ഒരു സാധനം വാങ്ങാനായിട്ട് പോയി നോക്കേ, ആ അച്ചട്ടല്ലേ എന്ന് നോക്ക് നിങ്ങൾ, ആ കടയിൽ പിന്നെ തിരക്കിൻ്റെ അഭിഷേകമായിരിക്കും. അത്രയേറെ ഭാഗ്യമുള്ള നക്ഷത്രമാണ് കാർത്തിക. പ്രത്യേകിച്ച് ഈ വൃശ്ചിക മാസത്തിൽ ഒരുപാട് ഗുണാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർതമാണ്. പുണർത നക്ഷത്ര ജാതകർക്കും ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നു. അത് കർക്കിടകക്കൂറായാലും മിഥുനക്കൂറുകാരായാലും ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ വന്നു ചേരും. അടുത്തത് ആയില്യമാണ്. ആയില്യ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു സമയത്തെ ഗോചരഫലം ശനി ജന്മരാശിയുടെ 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ വ്യാഴം ജന്മരാശിയുടെ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇഷ്ടകാര്യ സാധ്യതയാണ്. അതായത് ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെ ഇവർ എത്തുന്ന സമയം, കഷ്ടപ്പാടുകളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയം. അപ്പോൾ തീർച്ചയായും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയം. ഇവരുടെ കയ്യിൽ നിന്ന് ധൈര്യമായിട്ട് നിങ്ങൾ ഈ നക്ഷത്ര ജാതകർ ആയില്യം നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങിച്ചോളൂ. നിങ്ങൾക്ക് ഈ ഒരു മാസം വളരെയേറെ ഗുണാനുഭവമായിരിക്കും, ഒത്തിരി നേട്ടമായിരിക്കും. അടുത്തത് മകം നക്ഷത്ര ജാതകർക്കും ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. മകം നക്ഷത്ര ജാതകരായ സ്ത്രീ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും 1 രൂപയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കണം. അവരെ 1-ാം തീയതി കയറ്റാൻ കഴിയുമെങ്കിൽ കയറ്റുക. അതുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരാൻ, ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ നല്ല അഭിവൃദ്ധി വന്നു ചേരും. വൃശ്ചിക മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഗുണം ചെയ്യും. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്ര ജാതകരെ 1-ാം തീയതി കയറ്റുകയോ അവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുകയോ ചെയ്താൽ ഈ വൃശ്ചിക മാസത്തിൽ ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അടുത്തത് ചോതിയാണ്. ചോതി നക്ഷത്ര ജാതകരെ 1-ാം തീയതി കയറ്റുന്നത് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. തുലാക്കൂറിലെ ചോതിക്ക് അത്രയേറെ ഭാഗ്യവും അത്രയേറെ ഉയർച്ചയുമാണ് ഇപ്പോൾ വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് നല്ല രീതിയിൽ രക്ഷപ്പെടാൻ സാധിക്കും. ഇവരെ സംബന്ധിച്ചു ചൊവ്വ ജന്മരാശിയുടെ 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ പല രീതിയിലാണ് ധനലാഭം ഇവർക്ക് വന്നു ചേരുക. ചൊവ്വ ജന്മരാശിയുടെ 10-ാം ഭാവത്തിൽ വന്ന എല്ലാ രീതിയിലും ഗുണാനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ബുധൻ ജന്മരാശിയുടെ 2-ാം ഭാവത്തിൽ
നിൽക്കുന്നതും ഇവർക്ക് സർവൈശ്വര്യമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളുമൊക്കെ അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ ഇവർ എത്തുന്ന സമയമാണ്. നിങ്ങൾ നോക്കിക്കോ, തീർച്ചയായും ഇവർ രക്ഷപ്പെട്ടിരിക്കും. ഉറപ്പായും വലിയ ഭാഗ്യം, വലിയ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ മാസം, വൃശ്ചികക്കൂറിലെ വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ മാസമൊക്കെ അല്പസ്വല്പ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു. എന്നാൽ ആ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ്. സർവ്വവിധ സൗഭാഗ്യവും ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ്. അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. അതുപോലെ തന്നെ ദേവീക്ഷേത്ര ദർശനം കൂടി നടത്തുക. അതൊക്കെ വളരെയേറെ നല്ലതാണ്. ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ പുഷ്പാഞ്ജലി, ചുവന്ന മാല, താമരപ്പൂ ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. താമരപ്പൂ ക്ഷേത്രത്തിൽ നൽകിയാൽ എന്താ ഗുണമെന്ന് നിങ്ങൾക്കറിയാമോ? താമരപ്പൂ അല്ലെങ്കിൽ താമരമാലയൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ഒരുപാട് പേരെ കണ്ടിട്ടില്ലേ? വലിയ പണക്കാരൊക്കെ ചെയ്യുന്ന പരിപാടികളാണ്. താമരമാല അവരുടെ ഭാഗ്യം തെളിയുവാൻ വേണ്ടിയിട്ടാണ് അവർ ക്ഷേത്രത്തിൽ താമരമാല സമർപ്പിക്കുന്നത്. വേണ്ട, നിങ്ങളൊരു താമരപ്പൂ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ മതി. 20 25 രൂപയോ ആകുകയുള്ളൂ. ആ ഒരു താമരപ്പൂ നിങ്ങൾ ഏത് ക്ഷേത്രത്തിലാണോ പോകുന്നത് അവിടെ ഒന്ന് സമർപ്പിച്ചു നോക്കൂ. ഭാഗ്യം തെളിയും. ജീവിതത്തിൽ ദുരിത ദുഃഖങ്ങളൊക്കെ അകലും. ഒരുപാട് സമൃദ്ധിയിൽ പോകും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ഭാഗ്യം തെളിയുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തൃക്കേട്ട നക്ഷത്ര ജാതകരെ നിങ്ങൾ ഏത് വീട്ടിൽ 1-ാം തീയതി കയറ്റുന്നോ, അവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്നോ, അത് നിങ്ങൾക്ക് ഭാഗ്യലബ്ധി വർദ്ധിക്കാൻ, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ കാരണമാകും. അപ്പോൾ ചില വഴിപാടുകളും കാര്യങ്ങളുമൊക്കെ ഇവർ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ വൃശ്ചിക മാസത്തിൽ ഇവർ ചില വഴിപാടുകളൊക്കെ ചെയ്യണം. നമുക്ക് ഏതെങ്കിലുമൊക്കെ ദോഷങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു അഭിവൃദ്ധി ജീവിതത്തിൽ വന്നു ചേരില്ല. എന്ത് ചെയ്താലും അവിടെ തടസ്സങ്ങളായിരിക്കും. ഒരു കാര്യത്തിന് പുറപ്പെട്ടാൽ അവിടെ തടസ്സം. വിവാഹകാര്യത്തിൽ മിക്കപ്പോഴും ആൾക്കാർക്ക് സംഭവിക്കുന്ന വിവാഹകാര്യത്തിൽ അല്ലെങ്കിൽ ബന്ധങ്ങൾ തമ്മിൽ ഒരു ഉലച്ചിലുണ്ടാകുക, ഇതൊക്കെയാണ് മിക്കപ്പോഴും നമ്മെ ഒരുപാട് വിഷമത്തിലാക്കുന്നത്. അതുപോലെ സാമ്പത്തികം, ഇങ്ങനെയൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് ലളിതമായ ചില പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിലൊന്നാണ് മുത്തുമാരിയമ്മന് പൊങ്കാലഹാരം. ഈ മുത്തുമാരിയമ്മന് പൊങ്കാലഹാരം സമർപ്പിക്കുക. നിങ്ങളുടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിൽ പോയി പൊങ്കാലഹാരം സമർപ്പിക്കുക. അതുപോലെ യക്ഷിയമ്മയ്ക്ക് കുങ്കുമാർച്ചന, അതും ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉയർച്ച വന്നു ചേരും. വീരഭദ്രസ്വാമിക്ക് നെയ്വിളക്ക് ഭസ്മാർച്ചന. ദുർഗാദേവി ക്ഷേത്രത്തിൽ ദുർഗാദേവിക്ക് ഹാരം, കടുംപായസ നിവേദ്യം. ഭദ്രകാളിക്ക് പട്ടുവസ്ത്രം. ഗ്രാമക്ഷേത്രത്തിൽ പായസ വഴിപാട്. ഇതൊക്കെ നിങ്ങൾ മുന്നോട്ട് കുതിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ വൃശ്ചിക മാസത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി. നിങ്ങൾക്കിതൊക്കെ നടന്നു, കഴിഞ്ഞ മാസം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതൊന്ന് എഴുതിയാൽ മാത്രം മതി. ഒരു മാസം കഴിയട്ടെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യുക. മുത്തുമാരിയമ്മന് പൊങ്കാലഹാരം, യക്ഷിയമ്മന് കുങ്കുമാർച്ചന, വീരഭദ്രസ്വാമിക്ക് നെയ്വിളക്ക് ഭസ്മാർച്ചന, ദുർഗാദേവിക്ക് ഹാരം, കടും പായസ നിവേദ്യം, ഭദ്രകാളിക്ക് പട്ടുവസ്ത്രം, ഗ്രാമക്ഷേത്രത്തിൽ പായസ വഴിപാട്. ഇതൊക്കെ നടത്തി നിങ്ങൾ തീർച്ചയായും മുന്നോട്ട് പോവുക. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.